രാത്രിയിൽ കുളിച്ച് ഈറനായ തലമുടിയോടെ അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി. ഫോൺ നോക്കി കട്ടിലിൽ കിടക്കുകയായിരുന്നു അവൻ. ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടതും അവൻ ഫോണിൽ നിന്നും തല ഉയർത്തി അവളെ നോക്കി. കുളിച്ചിട്ട് തല തുവർത്തി ഇറങ്ങി വരികയാണവൾ. ഒരു സ്കേർട്ടും ടോപ്പുമാണ് വേഷം. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതും അവനും തിരികെ അവളെ നോക്കി കുസൃതിയോടെ ചിരിച്ചു. അവന്റെ കുസൃതിയോടുള്ള ചിരി കണ്ടതും അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു. അവൾ ചുണ്ടിൽ പുഞ്ചിരിയുമായി കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്ന് തല തുവർത്താനായി തുടങ്ങി. അവൻ കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ അവളെ നോക്കി. അവളുടെ മുഖത്തും കഴുത്തിലുമൊക്കെ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അവൻ അവളെ നോക്കി ചിരിയോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവൾ മുടി മുന്നിലേക്കിട്ട് തുവർത്തിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് അതത്ര ശ്രദ്ധിച്ചിരുന്നില്ല. തന്റെ ഇടുപ്പിലൂടെ അവന്റെ കരങ്ങൾ അവളുടെ വയറിനെ വലയം ചെയ്തതും അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ കയറി പിടിച്ചു. അഭിയേട്ടാ, അവൾ കുറുമ്പോടെ വിളിച്ചതും അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ചിണുങ്ങി. അവൻ പതിയെ അവളുടെ കഴുത്തിൽ നാവുകൊണ്ട് തലോടി. അവളുടെ കഴുത്തിലുണ്ടായിരുന്ന വെള്ളത്തുള്ളികളെ അവൻ നാവുകൊണ്ട് ഒപ്പിയെടുത്തു. അവളൊന്ന് മൂളിയതും അവൻ അവളെ ഒന്ന് കറക്കിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു. എനിക്ക് എൻ്റെ പെണ്ണിനെ മുഴുവനായിട്ടും അറിയാൻ തോന്നുക. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പ്രണയത്തോടെ പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തു. നാണമാണോ എൻ്റെ അമ്മുവിന്? അവൻ കുനിഞ്ഞിരിക്കുന്ന അവളുടെ മുഖം താടിത്തുമ്പിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ കഴുത്തിൽ മുഖം പൊഴ്ത്തി. അവൻ ചിരിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. കുറച്ചു നിമിഷം അവൻ ഇരുവരും അങ്ങനെ തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞതും അവൻ അവളുടെ മുഖം അവന്റെ കഴുത്തിൽ നിന്നും ബലമായി മാറ്റി. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കിയതും അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ കണ്ണുകളടച്ച് അവയെ സ്വീകരിച്ചു. അവൻ അവളുടെ ഇരു കണ്ണിലും ചുണ്ടുകൾ ചേർത്തിരുന്നു. വേട്ടാ, അവൾ കൊഞ്ചലോടെ വിളിച്ചു. എന്താ മുട്ടാ? അവൻ വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു. ഒന്നുമില്ല. അതും പറഞ്ഞവൾ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. ഇതെന്തൊരു നാണോ പെണ്ണെ? ആകെ ബ്ലഷ് അടിക്കുകയാണല്ലോ. അവൻ വീണ്ടും അവളോട് ചോദിച്ചതും അവൾ കുറുമ്പോടെ അവന്റെ നെഞ്ചിലൊന്ന് കടിച്ചു. ഹു പെണ്ണെ, എന്താടി? അവൻ അവിടെ ഒന്ന് ഒഴിഞ്ഞിട്ട് അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം ചരിച്ചു വെച്ച് അവളുടെ കവളിൽ പല്ലുകൾ അഴ്ത്തി. അവൾ വേദനയോടെ ഒന്ന് ഏങ്ങിക്കൊണ്ട് അവനെ പുറകിലേക്ക് തള്ളി മാറ്റിയിട്ട് കട്ടിലിലേക്ക് ചെന്നിരുന്നു. പിന്നെ നാണത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൾ ആകെ ചുവന്നു തുടുത്ത ആപ്പിള് പോലെയായിരുന്നു. അവൻ അവളെ നോക്കി കുസൃതിയോടെ മീശ പിരിച്ചു. പിന്നെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ തന്റെ അടുത്തേക്ക് കുസൃതിച്ചിരിയുമായി വരുന്നത് കണ്ടതും അവൾ നാണം കൊണ്ട് മുഖം താഴ്ത്തി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. അവൻ തന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടതും അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. എന്താടി? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ പെട്ടെന്ന് തന്നെ മുഖം താഴ്ത്തിപ്പിടിച്ചു. അവൻ ഇട്ടിരുന്ന ബനിയൻ സ്വയമേ ശരീരത്തിൽ നിന്ന് മാറ്റിയതും അവൾ ചിരിയോടെ കട്ടിലിലേക്ക് കയറിയിരുന്നു. അവന്റെ ചുണ്ടിൽ കുസൃതി ചിരിയായിരുന്നു. ബനിയൻ മാറ്റിയതിനു ശേഷം അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ പതിയെ അവൻ കട്ടിലിലേക്ക് കിടത്തി. അവൾ നാണം കൊണ്ട് കണ്ണുകൾ രണ്ടും കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു. ചുണ്ടിൽ അപ്പോഴും നാണത്താലുള്ള പുഞ്ചിരി ഉണ്ടായിരുന്നു. അവനും അത് കണ്ട് ചിരിച്ചുകൊണ്ട് അവളിലേക്ക് അമർന്നതും അവൾ അവന്റെ പുറത്തൊന്ന് അമർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. അവൻ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ഞെവിടി. അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൾ അവനെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു. ഇരു കണ്ണിലും കവിളിലും ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ താടിത്തുമ്പിൽ ചുണ്ടുകൾ ചേർത്തു. അവന്റെ കഴുത്തിൽ കൂടി കൈയിട്ട് കണ്ണുകൾ നാണത്താൽ അമർത്തി അടച്ച് കിടക്കുകയാണവൾ. അവൻ അവളുടെ ചെവിയുടെ അടുത്തേക്ക് തന്റെ മുഖം അടുപ്പിച്ചു. അവളുടെ ഇടത് ചെവിയിൽ ഒന്ന് മുത്തി. ശേഷം അവിടെ ഒന്ന് നാവിനാൽ നുണഞ്ഞു. അമ്മ ഒന്ന് പുളഞ്ഞുപോയി. അവളുടെ ശരീരം ആസകലം എന്തോ ഒരു തരം വികാരം പൊതിയുന്നത് പോലെ അവൾ അറിഞ്ഞിരുന്നു. അമ്മൂട്ടാ, അവൻ അവളുടെ ചെവിയിൽ ഒന്ന് കടിച്ചു വലിച്ചുകൊണ്ട് വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ഏട്ടാ, അവൾ കൊഞ്ചലോടെ അവനെ വിളിച്ചു. ഞാൻ സ്വന്തമാക്കിക്കോട്ടെ നിന്നെ? പ്രണയത്തോടെയുള്ള അവന്റെ ചോദ്യത്തിൽ അവൾ നാണം കൊണ്ട് ചുവന്നു തുടുത്തു. പിന്നെ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി. അവളുടെ കഴുത്തിൽ മുഴുവൻ ചുംബിച്ചുണർത്തി. പതിയെ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നും അവൻ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി. അർദ്ധനഗ്നിയായി അവളുടെ മാറിൽ അവൻ ചുണ്ടുകൾ കൊണ്ട് തഴുകി. ശേഷം അവിടെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളിലെ പെൺമയെ ഉണർത്താൻ അത് ധാരാളമായിരുന്നു. അധിക സമയം വേണ്ടി വന്നില്ല അവൻ അവളുടെ നഗ്നതയെ അറിയാൻ. അമ്മുവിനാകെ നാണം തോന്നി. അവന്റെ ചുണ്ടുകൾ, നാവുകൾ, അതൊക്കെ തന്നിലൊരു മായാജാലം തീർക്കുന്നത് പോലെ അവൾക്ക് തോന്നിപ്പോയി. ഏട്ടാ, അവൾ വിറയലോടെ വിളിച്ചു. അവൻ കെട്ടിയ ആലിലെ താലിയോട് ചേർന്ന മിന്നുമാല മുകളിലേക്ക് മാറ്റിയിട്ടുകൊണ്ട് അവൻ അവിടെ മുഴുവൻ ചുംബിച്ചു. അവന്റെ ചുണ്ടുകൾ പതിയാത്ത ഒരു സ്ഥലവും അവളുടെ ശരീരത്തിൽ ഇല്ലായിരുന്നു. മാറിൽ നിന്നും അവന്റെ ചുണ്ടുകൾ അവളുടെ വയറ്റിലും അടിവയറ്റിലും പതിഞ്ഞു. അമ്മു കട്ടിലിൽ നിന്ന് പുളഞ്ഞു പൊങ്ങി. അവളുടെ ഓരോ വിറയലും ശീൽക്കാരങ്ങളും അവനെ ഉണർത്തി. അവളുടെ വികാരങ്ങൾ കാണാൻ എന്ന പോലെ അവന്റെ കൈയും മെയ്യും ഒരുപോലെ അവളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഏതോ നിമിഷത്തിൽ അവൾ അവന് മാത്രം സ്വന്തമായി മാറി. അവൾ ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്നത് പോലെ തോന്നി. അവനെ നോക്കാനാകാതെ അമ്മ മുഖം മാറ്റി. അവന്റെ ചുണ്ടിൽ ഒരു സംതൃപ്തിയുടെ പുഞ്ചിരി ഉണ്ടായിരുന്നു. അമ്മു, അവൻ അവളുടെ കവളിലൊന്ന് കുത്തിപ്പിടിച്ചുകൊണ്ട് അവന്റെ നേരെ തിരിച്ചിട്ട് വിളിച്ചു. അവളുടെ മനസ്സിൽ കൂടി അവൾ ആദ്യം മുതൽ കണ്ട സ്വപ്നങ്ങൾ കടന്നുപോയി. അവനോടതൊക്കെ പറയണമെന്ന് മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അവൻ വീണ്ടും അത് പറഞ്ഞ് കളിയാക്കുമെന്ന് മനസ്സിലാക്കിയ അവൾ അവനോടൊന്നും തന്നെ പറഞ്ഞില്ല. അവളൊന്ന് ഓക്കെ ആയതും അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു.
പതിയെ അവൾ ആ ചുംബനത്തിൽ ലയിച്ചു തുടങ്ങി. അന്ന് ആ ദിവസം അവർക്ക് മാത്രം ഉറക്കമില്ലാത്ത രാത്രിയായി മാറിയിരുന്നു. പിറ്റേന്ന് രാവിലെ അമ്മുവാണ് ആദ്യം കണ്ണു തുറന്നത്. താൻ കട്ടിയുള്ള എന്തിൻ്റെയോ പുറത്ത് തലവെച്ച് കിടക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അവൾ പതിയെ കണ്ണുകൾ തിരുമ്മി നോക്കിയതും സിദ്ധുവിന്റെ പുറമാണ് കണ്ടത്. അവൻ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. ഉറക്കത്തിൽ എപ്പോഴും അവന്റെ പുറത്ത് തലവെച്ച് അവളും കിടന്നിരുന്നു. അവന്റെ പുറത്തെ ആ വലിയ ടാറ്റു കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. ആദ്യമായി അവന്റെ ശരീരത്തിൽ ആ ടാറ്റു കണ്ടത് അവൾ ഓർത്തു. പിന്നെ കൈകൾ കൊണ്ട് അവയിലൊന്ന് തഴുകിയിട്ട് അവൾ അവന്റെ പുറത്ത് ചുണ്ടുകൾ ചേർത്തു. പിന്നെ പുതപ്പ് ചുറ്റിക്കൊണ്ട് കട്ടിലിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടിവീണിരുന്നു. അഭിയേട്ടാ, അവൾ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു. പിന്നെ അവളുടെ കൈയിൽ നിന്നും അവന്റെ കൈകൾ വിടിയിക്കാൻ ശ്രമിച്ചു. അവൻ കുസൃതി ചിരിയോടെ അവളെ പിടിച്ചു വലിച്ചതും അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് കിടന്നു. അവൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നിരുന്നു. അഭിയേട്ടാ, അവന്റെ ശരീരം ഒന്നുകൂടി അവളിൽ അമർന്നതും അവൾ വിളിച്ചുപോയി. ഷ്! അവൻ അവളുടെ ചുണ്ടിലൊന്ന് ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ വന്യമായ ആ നോട്ടത്തിൽ അവൾ ഉമിനീറിറക്കി. എന്ത് സൗണ്ടാ പെണ്ണെ നീ ഇന്നലെ ഉണ്ടാക്കിയത്? എന്തൊക്കെയാ ഇന്നലെ രാത്രി നീ വിളിച്ചു പറഞ്ഞത്? എന്തേലും ഓർമ്മയുണ്ടോ നിനക്ക്? അവൻ കുസൃതി ചിരിയോടെ അവളോട് ചോദിച്ചതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് തൊടുത്തു. അഭിയേട്ടന് മോശമൊന്നും അല്ലല്ലോ. എന്തൊക്കെയാ എന്നോട് പറഞ്ഞേ? ഞാൻ കാണുന്ന അഭിയേട്ടനിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരുന്നു ഇന്നലെ അഭിയേട്ടന്റെ നോട്ടവും സംസാരവും ഒക്കെ. ഫസ്റ്റ് കണ്ട അഭിയേട്ടനിൽ നിന്നും മാറി ഇന്നലെ രാത്രി, അവളും ചിരിയോടെ പറഞ്ഞു. അതെന്റെ പെണ്ണിന്റെ അടുത്ത് മാത്രം ഞാൻ അങ്ങനെയായി പോകും. എനിക്ക് അത്രയ്ക്ക് ലഹരിയാ നീ. നിന്നിൽ അടിമപ്പെട്ടു പോയി ഞാൻ. ഇനി എൻ്റെ ഈ അമ്മുക്കുട്ടനിൽ നിന്നും ഞാനൊരു മോചനം ആഗ്രഹിക്കുന്നില്ല. മരണം വരെ എൻ്റെ മനസ്സിനും ശരീരത്തിൻ്റെ പാതി എൻ്റെ ഈ പെണ്ണായിരിക്കും. അവൻ അവളുടെ മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ മുഖം അപ്പോൾ കുസൃതിയാൽ നിറഞ്ഞിരുന്നു. അവിയേട്ടാ, ഇനി വേണ്ടാട്ടോ, മാറിക്കേ, ഞാൻ പോയി കുളിക്കട്ടെ. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് വേണ്ടെന്ന് അമ്മുക്കുട്ടായി പറയുന്നേ? അവൻ കുസൃതിയോട് ചോദിച്ചതും അവൾ അവനെ നോക്കാതെ നാണത്താൽ തല താഴ്ത്തി. പറേ, എന്ത് വേണ്ടെന്നാ ഈ പറയുന്നേ? അവൻ വീണ്ടും അവളുടെ മുഖം അവൻ്റെ നേരെ തിരിച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ ശബ്ദം അത്ര ആർദ്രമായിരുന്നു. ഒന്നുമില്ല, ഈ അഭിയേട്ടന് പ്രാന്ത, ഒന്ന് മാറിക്കേ. അവൾ വീണ്ടും അവനെ തള്ളി മാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ബലമായി പിടിച്ചു വെച്ചിരുന്നു. അഭിയേട്ടാ, അവള് കൊഞ്ചിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. കൊഞ്ചല്ലേ പെണ്ണെ, എൻ്റെ കൺട്രോള് പോകും. ഒരു കൺട്രോളിലാണ് ഞാനിപ്പം നിന്റെ ഈ ശരീരത്തിൽ അമർന്നിരിക്കുന്നത്. ഇനിയും കൊഞ്ചി എൻ്റെ മൂഡ് മാറ്റിയാലുണ്ടല്ലോ, നീ ഇപ്പോഴെങ്ങും ഇവിടുന്ന് എഴുന്നേറ്റ് പോവില്ല. പിന്നെ മമ്മിയുടെ അടുത്ത് നിന്ന് താമസിച്ചതിന്റെ കാരണം കൂടി പറയേണ്ടി വരും. അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് നാണത്താൽ അവനെ ഒന്ന് നോക്കി. അവൻ അവളുടെ മുഖത്തുകൂടി ഒന്ന് വിരലോടിച്ചു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവനെ മുറുക്കെ പിടിച്ചു. അവൻ അവളുടെ കഴുത്തിൽ മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. പതിയെ അവിടെ പല്ലുകൾ ആഴ്ത്തിയതും അവൾ കട്ടിലൊന്ന് ഉയർന്നു പോയി. ഏട്ടാ, അവൾ ചിണുങ്ങി. അവൻ തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെ ചുംബിച്ചു. അവൾ കുലുങ്ങി ചിരിച്ചു. അവൻ അവളുടെ കാൽപാദത്തിൽ അമർത്തി ചുംബിച്ചു. പതിയെ അവളെ വേദനിപ്പിക്കാതെ അവിടെ പല്ലുകൾ ആഴ്ത്തി. അവൾ ചിരിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു. അവൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. ഇമച്ചിമാത അവനെ തന്നെ നോക്കി കിടക്കുന്നവളെ കണ്ടതും അവൻ അവളെ നോക്കി കുസൃതിയാലൊന്ന് ചിരിച്ചു. അഭിയേട്ടാ, അവന്റെ രീതി മാറുന്നത് കണ്ടതും അവൾ അവനെ ഒന്ന് നീട്ടി വിളിച്ചു. ഏട്ടാ, വേണ്ട, വിട്, എനിക്ക് വയ്യ, പ്ലീസ്. പതിയെ അവന്റെ ചുംബനം മറ്റു പല രീതിയിലേക്ക് വഴിമാറിയതും അവൾ പറഞ്ഞു പോയി. അവൻ വീണ്ടും മുകളിലേക്ക് വന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി. ഇപ്പം നിന്റെ ഈ ശരീരം ആഗ്രഹിക്കുന്ന എന്താണെന്ന് എനിക്കറിയാമോ. പക്ഷെ എന്നെ നീ ഒരു തവണ കൂടി ഇനി താങ്ങില്ല. പക്ഷെ നീ ആഗ്രഹിക്കുന്നത് ഞാൻ തരും. അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചുംബിച്ചു. അവളൊന്ന് കുറുകിക്കൊണ്ട് അവന്റെ നഗ്നമായ പുറത്ത് അമർത്തിപ്പിടിച്ചു. അഭിയേട്ടാ, അവൾ പതിയെ വിളിച്ചതും അവൻ ചിരിച്ചുകൊണ്ടൊന്ന് മൂളി. ഐ ലവ് യു. എന്നെ വിട്ടിട്ട് പോവല്ലേ, ഒരിക്കലും. എനിക്കത് താങ്ങാൻ പറ്റില്ല. അവൾ അവനെ നോക്കി പറഞ്ഞതും പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവന്റെ മുഖം മാറി. ഞാൻ ഒരിക്കലും എൻ്റെ അമ്മുവിനെ വിട്ടു പോവില്ല. അമ്മു ഈ അഭിയേട്ടനെ വിട്ടിട്ട് പോവോ? അമ്മുവിന് അഭിയേട്ടനെ വിശ്വാസമല്ലേ? അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് തിരികെ ചോദിച്ചു. എനിക്ക് എന്നേക്കാൾ ഇഷ്ടവും വിശ്വാസവും എൻ്റെ അഭിയേട്ടനെയാണ്. അഭിയേട്ടനില്ലെങ്കിൽ പിന്നെ അമ്മു ഇല്ല, ഉണ്ടാവില്ല. അവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തതും അവനും അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചിരുന്നു. ഇന്നാണ് സിദ്ധുവും അമ്മുവും തിരികെ അവന്റെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് സിദ്ധുവും അമ്മുവും. അവളുടെ പപ്പയും മമ്മിയും സോനയും അശ്വിനും കൂടിയാണ് അവരെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകുന്നത്. സിദ്ധുവും അശ്വിനും തമ്മിൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് സംസാരിക്കുമെങ്കിലും അവർ തമ്മിൽ വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. സിദ്ധുവിന് അത് വല്ലാത്ത വിഷമം നൽകുന്നുണ്ടായിരുന്നു. കാരണം അമ്മുവിനെ വിവാഹം കഴിക്കാനും മറ്റും തന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നവനാണ് അശ്വിൻ. എന്നാൽ ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും അവനാണെന്ന് സിദ്ധുവിന് തോന്നിപ്പോയി. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ വലിയൊരു വീടിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. ഹോ, എന്തു വലിയ വീടാടി ഇത്! സിദ്ധുവിന്റെ വീട് കണ്ടതും സോന അമ്മുവിനെ നോക്കി പറഞ്ഞു. നീ വിഷമിക്കണ്ട, നീ ചെല്ലുന്ന വീടും ഇത്ര തന്നെ വലുതാ. അത് കേട്ടതും സിദ്ധു സോനയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും തരുൺ സാറിന്റെ വീട് ഇതുപോലെ കൊട്ടാരമായിരിക്കുമോ? അവൾ സംശയത്തോടെ സിദ്ധുവിനോട് ചോദിച്ചു. തരുൺ സാറോ? നീ ഇപ്പോഴും അവനെ അങ്ങനെ തന്നെയാണോ വിളിക്കുന്നേ? സിദ്ധു സംശയത്തോടെ തിരികെ അവളോട് ചോദിച്ചു. അത് ആദ്യം അങ്ങനെ വിളിച്ച് ശീലമായിപ്പോയി. ഇപ്പം മറ്റൊന്നും വായിൽ വരുന്നില്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
പറ സിദ്ധു സാർ, ഇത്രയും വലുതാണോ തരുൺ സാറിന്റെ വീടും? അവൾ വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു. എടി, വീടിന്റെ വലിപ്പത്തിലൊക്കെ എന്തിരിക്കുന്നു, നീ അവിടെ ഹാപ്പിയാണോന്ന് നോക്കിയാ പോരെ? അമ്മു അവളോട് ചോദിച്ചു. അത് കേട്ടതും സോന ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. പിന്നില്ലാതെ, അവന്റെ വീടും ഇത്ര തന്നെ വലിപ്പമുണ്ട്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അവന്റെ ചുറ്റിനും ആ വീട്ടിൽ താമസിക്കാൻ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ എന്റെ വീട് വലുതാണെന്നേ ഉള്ളൂ. ഇവിടെ താമസിക്കാൻ ആരുമില്ല. ഞാനും പ്രായം ചെന്നു എന്റെ മുത്തശ്ശി മാത്രം. അവൻ വിഷമം കലർന്ന ചെറുചിരിയോടെ പറഞ്ഞതും കോ ഡ്രൈവർ സീറ്റിലിരുന്ന അശ്വിൻ അവനെ ഒന്ന് നോക്കി. ഇതു അവനെ നോക്കി വാടിയ ഒരു പുഞ്ചിരി നൽകി. അവരെല്ലാവരും കാറിൽ നിന്നും ഇറങ്ങിയതും ഒരു പെൺകുട്ടി വിളക്കുമായിട്ട് ചിരിയോടെ ഇറങ്ങി വന്നു. ഇടുപ്പോളം കിടക്കുന്ന കട്ടിയുള്ള മുടി അത് അഴിച്ചിട്ടുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും കുറച്ചു മുടി മാത്രം എടുത്ത് ക്ലിപ്പ് കുത്തിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ ലെഗിൻസും റെഡ് ടോപ്പുമാണ് വേഷം. വെളുപ്പൊന്നും അല്ലാത്ത ഇളം നിറമാണ് അവൾക്ക്. നെറ്റിയിൽ ചന്ദനക്കുറിയുണ്ട്. നല്ല ഐശ്വര്യം തുളുമ്പുന്ന മുഖം. അവൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അതിന് പുറകെയായിട്ട് ഒരു സ്ത്രീ മുത്തശ്ശിയും പിടിച്ചുകൊണ്ട് വന്നിരുന്നു. സിദ്ധുവും അമ്മുവും അവിടേക്ക് കയറിയത് മുത്തശ്ശി അവളോട് വിളക്ക് അമ്മുവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. അവൾ അമ്മുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ആ വിളക്ക് അവളുടെ കയ്യിലേക്ക് കൊടുത്തതും അവളും ആ പെൺകുട്ടിയെ നോക്കി ചിരിയോടെ അവൾ കൊടുത്ത വിളക്ക് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. വലതുകാല് വെച്ച് കയറിക്കോ മോളെ, മുത്തശ്ശി അവളെ നോക്കി ചിരിയോടെ പറഞ്ഞതും അമ്മു തലയാട്ടിക്കൊണ്ട് വലതുകാല് വെച്ച് ആ വീട്ടിലേക്ക് കയറി. ഇതെന്റെ പെങ്ങളാ ആദിത്യ, എന്റെ അച്ഛന്റെ പെങ്ങളുടെ മകളാണ്. സിദ്ധു ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും അവളെ നോക്കി പുഞ്ചിരിച്ചു. അവളും തിരികെ ചിരിച്ചു. എന്നാൽ അശ്വിന്റെ കണ്ണുകൾ അവരിലോ അവർ പറയുന്ന കാര്യങ്ങളിലോ ഒന്നുമല്ലായിരുന്നു. മറിച്ച് ഹാളിൽ വെച്ചിരിക്കുന്ന സിദ്ധിയുടെ ഫോട്ടോയിലേക്ക് അവന്റെ കണ്ണുകൾ ചെന്നെത്തി. എന്തൊക്കെയോ ഓർമ്മയിൽ അവന്റെ മനസ്സൊന്ന് നീറി. ഞാൻ ചായ എടുക്കാം ആൻറ്റി, എല്ലാവരും ഇരിക്ക്. ആദിത്യ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അമ്മുവിന്റെ പപ്പയും മമ്മിയും അവിടേക്കിരുന്നു. സോനയും അമ്മുവും കൂടി ആദിത്യയുടെ കൂടെ പോയി. അശ്വിനും വെറുതെ എല്ലായിടും ഒന്ന് കാണാമെന്ന് കരുതി നടന്നു. സിദ്ധു അമ്മുവിന്റെ പപ്പയുടെയും മമ്മിയുടെ ഒപ്പം ഇരുന്ന് ഓരോന്ന് സംസാരിച്ചു. മുത്തശ്ശി അവരോടൊപ്പം ഇരുന്നു. ആദിത്യ എന്ത് ചെയ്യുക? അടുക്കളയിൽ നിൽക്കുന്ന ആദിത്യയെ നോക്കി അമ്മ സംശയത്തോടെ ചോദിച്ചു. ഞാനിപ്പോൾ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുക ഏട്ടത്തി. ഏട്ടത്തിക്ക് എന്നെ ഓർമ്മയില്ലേ? നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ വന്നായിരുന്നല്ലോ. ഏട്ടത്തിയോട് വന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു. ആദിത്യ അമ്മുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി. എനിക്ക് ഓർമ്മയില്ല. അന്ന് അഭിയേട്ടനെ ആരൊക്കെയോ പരിചയപ്പെടുത്തി തന്നിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ വേണം എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ. അമ്മ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഏട്ടത്തി ആരെ പരിചയപ്പെട്ടില്ലെങ്കിൽ സാരമില്ല, പക്ഷെ എന്നെ പരിചയപ്പെടണം കേട്ടോ. അതെന്താ അങ്ങനൊരു ടോക്ക്? സോന അവിടെ ഇരുന്ന പ്ലേറ്റിലെ ചിപ്സ് എടുത്ത് വായിലേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു. കാരണം ഞാൻ സിദ്ധുവേട്ടൻ്റെ മുറപ്പെണ്ണല്ലേ. എൻ്റെ ചെറുക്കനെയല്ലേ ഈ ഏട്ടത്തി തട്ടിയെടുത്തത്? അവൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ആ, നിങ്ങൾക്ക് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ഞങ്ങൾക്ക് ആങ്ങളമാരാ. സോന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവരും ചിരിച്ചു. പക്ഷേ ഏട്ടത്തി പേടിക്കണ്ട കേട്ടോ. എനിക്ക് സിദ്ധുവേട്ടൻ്റെ ആങ്ങളെ പോലെയാ. അല്ല, എനിക്ക് ആങ്ങളെ തന്നെയാ. സിദ്ധുവായിട്ട് ഞാൻ മാത്രമേ കസിനായിട്ടുള്ളൂ. അതുകൊണ്ട് ഏട്ടൻ എന്നെ സിദ്ധിയെപ്പോലെ തന്നെയാണ് കണ്ടത്. ഞാനും അങ്ങനെ തന്നെയാണ് ഏട്ടനെ കണ്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ അച്ഛന്മാരും മുറച്ചെറുക്കം മുറപ്പെണ്ണ ബന്ധം പറഞ്ഞ് വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. ആദിത്യ ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അവരും ചിരിച്ചു. ആദിത്യ, അമ്മ അവളെ നോക്കി വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അമ്മുവിനെ നോക്കി. എന്നെ ഏട്ടത്തിന്നൊന്നും വിളിക്കണ്ട കേട്ടോ. അങ്ങനെ വിളിക്കുമ്പോൾ എനിക്കെന്തോ പ്രായം കൂടിയതുപോലെ തോന്നുന്നു. അമ്മ വിഷമത്തോടെ പറഞ്ഞു. അതിപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഏട്ടത്തിന്ന് വിളിച്ചത്. പക്ഷെ നമ്മളെല്ലാവരും സെയിം ഏജ് ആണെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അവൾ വീണ്ടും പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യും, നീ ഞങ്ങളെ പേര് വിളിച്ചാൽ മതി. സോന ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അപ്പോൾ ശരിയടി, ഇനി ഞാൻ പേര് വിളിച്ചോളാം കേട്ടോടി അമ്മു. ആദിത്യ ചിരിച്ചുകൊണ്ട് അമ്മുവിനെ നോക്കി. ആ, ഇപ്പോഴേ കറക്റ്റായത്, സോനയും പറഞ്ഞുകൊണ്ട് ചിരിച്ചു. സിദ്ധു സാറിന് അനിയത്തി ഭയങ്കര കാര്യമായിരുന്നു അല്ലേ? സോന സംശയത്തോടെ അവളോട് ചോദിച്ചു. അയ്യോ, സത്യം പറയാലോ, എനിക്ക് പോലും അസൂയായിരുന്നു ഏട്ടൻ അവളോട് കാണിക്കുന്ന സ്നേഹത്തി. എനിക്ക് മാത്രമല്ല, അത് കണ്ടു നിൽക്കുന്ന ആർക്കും തോന്നിപ്പോകും സിദ്ധുവേട്ടൻ്റെ പെങ്ങളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. അത്ര സ്നേഹമായിരുന്നു അവളോട് സിദ്ധുവേട്ടന്. അവർക്കിടെ ശരിക്കും പറഞ്ഞ ഒരു സഹോദരി ബന്ധം അല്ലായിരുന്നു. അതിനപ്പുറം അവർ നല്ല കൂട്ടുകാരായിരുന്നു. അവളുടെ ലൈഫിൽ എല്ലാ കാര്യവും ആദ്യം പറയുന്നത് അവളുടെ ഏട്ടനോടാണ്. ഏട്ടനോട് പറഞ്ഞിട്ട് മാത്രമേ അവൾ മറ്റാരുമായിട്ടും അത് ഷെയർ ചെയ്യുള്ളൂ. അത്ര ബന്ധമായിരുന്നു അവർ തമ്മിൽ. പക്ഷെ അവസാന നിമിഷം അവൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് മാത്രം ഏട്ടനോട് പറഞ്ഞില്ല. അതിൻ്റെ കാരണക്കാരനായവനെ പോലും ഏട്ടന് കാണിച്ചു കൊടുത്തില്ല. അതെന്തിനാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ആരാണെന്നാ ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. ഏട്ടൻ തളർന്നു പോയത് അവളുടെ മരണത്താലാ. അതിൻ്റെ കൂടെ അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഏട്ടൻ മറ്റൊരു രീതിയായിട്ട് മാറി. ഏട്ടനെ ആത്മഹത്യ വരെ ചെയ്യാൻ തുടങ്ങിയതാ. അല്ല, ചെയ്തതാ. പറഞ്ഞതും അമ്മ ഞെട്ടി അവളെ നോക്കി. അമ്മ മാത്രമല്ല, സോനയും ഞെട്ടിയിരുന്നു. സിദ്ധു അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് അവർക്ക് പുതിയൊരു അറിവായിരുന്നു. അവർ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടപ്പോഴാണ് ആദിത്യയ്ക്കും അവർക്കിതൊന്നും അറിയില്ല എന്നുള്ള സത്യം മനസ്സിലായത്. നിങ്ങൾ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്ന പോലെ ആദിത്യ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അഭിയേട്ടൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടോ? പോകാൻ നിന്ന ആദിത്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചതും അവൾ ദയനീയമായി അമ്മുവിന്റെ മുഖത്തേക്ക് നോക്കി. അത് ആർക്കും അറിയാത്തൊരു സത്യമാണ്. പെട്ടെന്ന് നാവിൽ നിന്നും വന്നു പോയതാണ്. ഇനി എന്ത് കള്ളം പറഞ്ഞ് രക്ഷപ്പെടുമെന്നായിരുന്നു ആദിത്യയുടെ ചിന്ത.
പറയാ ആദിത്യ, അഭിയേട്ടൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടോ? അമ്മു വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചതും ആദിത്യ തല കുലുക്കി. അത് കേട്ട് അമ്മുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. ഇതുവരെ സിദ്ധു അവളോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട ദിവസം അഭിയേട്ടൻ ആകെ വല്ലാതെയായിപ്പോയിരുന്നു. ആരോടും മിണ്ടാത്ത ദിവസങ്ങളായിരുന്നു പിന്നീടൊക്കെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നേരം വെളുത്തിട്ടും ഏട്ടനെ പുറത്തേക്ക് കാണാഞ്ഞിട്ട് തിരക്കി വന്നതായിരുന്നു തരുൺ ചേട്ടൻ. എത്ര വിളിച്ചിട്ടും ഏട്ടൻ കതക് തുറക്കാത്തത് കൊണ്ട് തരുൺ ചേട്ടൻ വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് അകത്തേക്ക് കയറിയത്. അപ്പോൾ ചോരയിൽ മുങ്ങിക്കിടക്കുന്ന സിദ്ധുവേട്ടനെയാ കണ്ടത്. രാവിലെ മറ്റോ ചെയ്തതാ, അതുകൊണ്ട് കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. രാത്രിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ സിദ്ധുവേട്ടനെന്ന് ജീവനോട് ഉണ്ടാകുമായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ചെന്നിട്ടും സിദ്ധുവേട്ടൻ ആരോടും ഒന്നും മിണ്ടിയില്ല. മറ്റൊരു ലോകത്തെന്ന പോലെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം പിന്നെ അവിടുത്തെ ഡോക്ടർ തന്നെ കൗൺസിലിംഗ് സെക്ഷനിലേക്ക് എഴുതി കൊടുത്തു. അങ്ങനെ ഒരുപാട് ദിവസത്തെ കൗൺസിലിംഗ് മറ്റും കഴിഞ്ഞിട്ടാണ് ഇന്ന് ഈ നിലയിലായത്. ഇപ്പൊ സിദ്ധുവേട്ടൻ തികച്ചും നോർമലാ. അതിലൊരു പങ്ക് വഹിച്ചിരിക്കുന്നത് അമ്മു തന്നെയാണ്. അമ്മുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മു സംശയത്തോടെ അവളെ നോക്കി. ഇപ്പൊ സിദ്ധുവേട്ടന്റെ മനസ്സിൽ മുഴുവൻ അമ്മുവാ. അമ്മു ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി സിദ്ധുവേട്ടന് ഇപ്പോൾ ചിന്തിക്കാനേ കഴിയില്ല. കാരണം ആരും ഇല്ലാതിരുന്ന സിദ്ധുവേട്ടന്റെ ലൈഫിലേക്ക് എല്ലാമായിട്ട് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് നീയാ. അതുകൊണ്ട് സിദ്ധുവേട്ടനെ നീ കൈവിടരുത് ഒരിക്കലും. ആദിത്യ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മു അവളുടെ മുഖത്തേക്ക് നോക്കി. എന്റെ ജീവൻ പോയാലും ഞാൻ എൻ്റെ അഭിയേട്ടനെ വിട്ട് എങ്ങും പോവില്ല. അമ്മ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദൃഢനിശ്ചയത്തോടെ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. അശ്വിൻ ഓരോ മുറിയും വെറുതെ കയറി ഇറങ്ങി. താഴെ ഇരുന്നാൽ സിദ്ധുവിനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടി വരുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ അവിടെ റൂമൊക്കെ കാണാനാണെന്നും പറഞ്ഞിറങ്ങിയത്. അവൻ മുകളിലേക്ക് കയറിയതും അവിടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് മുറി ഉണ്ടായിരുന്നു. അതിലൊരു മുറി സിദ്ധുവിൻ്റേതാണെന്ന് മനസ്സിലായി. മറ്റൊരു മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവൻ വെറുതെ അതിൻ്റെ ലോക്കിൽ പിടിച്ചതും അത് തുറന്നു വന്നു. അവൻ ആ റൂമിൻ്റെ അകത്തേക്ക് കയറി. സിദ്ധിയുടെ ഫോട്ടോ ആയിരുന്നു ആ മുറിയിൽ മുഴുവൻ വെച്ചിരുന്നത്. സിദ്ധിയും സിദ്ധുവും കൂടെയുള്ള ഫോട്ടോയും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അതിൽ നിന്നും മനസ്സിലായി അത് സിദ്ധിയുടെ മുറിയാണെന്ന്. അവൻ കുറെ നേരം അതിലേക്കൊക്കെ നോക്കി നിന്നതിന് ശേഷം തിരിഞ്ഞിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവന്റെ കാൽ എന്തോ ഒരു ബോക്സിൽ തട്ടിയത്. അവൻ സംശയത്തോടെ ആ ബോക്സ് കൈകളിലേക്ക് എടുത്തു. പിന്നെ പതിയെ അത് തുറന്നു നോക്കി. അതിലൊരു ഡയറി ആയിരുന്നു. അവൻ സംശയത്തോടെ ആ ഡയറിയുടെ ആദ്യത്തെ പേജ് തുറന്നു. പറയാതെ പോയ പ്രണയം.